അപ്പൊ ചേട്ടന്റെ സർട്ടിഫിക്കേഷൻ എങ്ങനെ ഇത് കിട്ടിയാന്റെ? കഴിഞ്ഞ ആഴ്ച കൂടെ വീഡിയോക്കകത്തുണ്ടായിരുന്നല്ലോ പെണ്ണിനെ കയറി പിടിച്ചതിന്. ഞാൻ ചോദിക്കട്ടെ ചേച്ചി, ഞാൻ പുള്ളിക്കാരന് 15 വർഷം മുമ്പ് കണ്ടതാ. അന്ന് ഇവിടെ CB സർക്കാർ മാജിക്കാരനായിരുന്നു. ഒരുത്തരം ഉടായ്പനെ കൊണ്ടുവന്ന് ചേട്ടൻ വീഡിയോ ഏൽപ്പിച്ചിട്ട് ആ വീഡിയോ ഞാൻ ഇപ്പോഴത്തെ ഞാൻ കാണിക്കട്ടെ ജനങ്ങളുടെ മുമ്പിൽ. ഏത് ചങ്ങങ്ങളൊന്നും അറിയാത്ത ഉടായ്പ കാണിക്കല്ലേ. ചേട്ടൻ ഉടായ്പ കുറെ നാളായിട്ട് ഞാൻ കാണുന്നതാ. ഈ വിവരം കെട്ടവനെയൊക്കെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. തിരുമൽ ചികിത്സയുടെ മറവിൽ സ്ത്രീയെ പിടിക്കാൻ ശ്രമിച്ച വൈദ്യൻ പിടിയിലായി. പുത്തന്തറയിൽ എൽ ചന്ദ്രബാബു എന്ന സകലേഷ് കുമാറാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലായത്. കണ്ണൂർ സ്വദേശിനിയാണ് ചികിത്സയുടെ മറവിൽ ഇയാൾ ലൈംഗികമറ്റത്. പ്രശ്നം കൊടുത്ത് ഞാനും നിങ്ങളൊക്കെ പെരുമാപ്പള്ളി മീഡിയ ആണോ? അല്ല. ഓക്കെ. ഇപ്പൊ ഇവിടെ കൈ ഇത്രയും പൊങ്ങത്തുള്ളായിരുന്നു. ഇനി പൊക്കുന്നത് കാണണോ? കൈതാക്കട്ടെ. ഇങ്ങനെ പിടിച്ച് ഒന്ന് നേരെ പൊക്കി. ഈ കൈ പൊങ്ങില്ല, അത് അവിടെ കിടക്കുക. ചേട്ടാ കൈക്ക് എന്തോ പ്രശ്നം? ഹലോ, കൈക്ക് എന്തോ പ്രശ്നം? എന്തോ ബഞ്ചിങ്. ഈ മാതിരി ഉടായ്പകളൊക്കെയാണ് ഇപ്പോഴും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഈ പുള്ളി ഇത് പണ്ടേയൊക്കെ നിരോധിച്ചാൽ അത് ഭയങ്കരമായിട്ട് പിടിക്കുക. ഒരു കാലത്ത് ഭയങ്കര പിടുത്തമായിരുന്നു. ഈ നാണം വൈദ്യ തട്ടിപ്പെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കേസ് പിടിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഇതുപോലുള്ള ആൾ വന്നത്. ഇപ്പം ഇതുവരെയായിട്ടും കഷ്ടപ്പെട്ട് ഡോക്ടർ പഠിച്ച് ഇത്ര വർഷം കൊണ്ട് പഠിച്ച ആൾക്കാരൊക്കെ പൊട്ടന്മാരാണ്. ഒരു കൈ അനങ്ങത്തില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റേതായ പ്ലാസ്റ്റർ ഇട്ടിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് വേണം. നാളെ എൻ്റെ സ്വന്തം അനുഭവം, എൻ്റെ ഒരു കസിൻസാണ് ഇതുപോലെ തന്നെ കൈ വീണ് എങ്ങാണ്ട് പൊട്ടിയോ ഒടിലോ എങ്ങാണ്ട് ചെയ്ത് കൊണ്ടുപോയതാണ്. ഒരു വൈദ്യൻ്റെ അടുത്താണ് കൊണ്ടുപോയത്. ആ പുള്ളി കൈ പിടിച്ച് വലിച്ച് തിരുമ്മിയിട്ട് കെട്ടി അങ്ങ് വെച്ച് കൊടുത്തു വിട്ടു. പിറ്റേ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ ഭയങ്കര നീര് കണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞപ്പോഴാണ് പ്രശ്നമായത്. അത് സാധാരണ ഒരു നോർമൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലും മതിയായിരുന്നു. ഇത് കൊണ്ടുപോയിട്ട് പിന്നെ പുള്ളിക്ക് കൈക്ക് സ്വാധീനം കുറവുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ കൈക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാൽ മെലിഞ്ഞിരുന്ന് രീതിയാണ്. ഒരു കൈ വീണ് എങ്ങാണ്ട് ഒടിഞ്ഞതാണ്. എന്നിട്ട് ഓടിച്ചൊന്ന് കൈ വലിച്ച് കയറ്റി പ്രശ്നമായത്. അപ്പം അതൊന്നുമല്ല വിഷയം എന്ന് പറഞ്ഞാൽ ഈ പുള്ളി ഒരു പീഡന കേസിലും പ്രതിയാണ്. പ്രതിയായിട്ടുള്ള പിടിച്ചേക്കണ വ്യക്തിയാണ്. എന്നിട്ട് ഈ ആൾക്കാർ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ച് വിടുന്നതാണ് മെയിനായിട്ട്. ഒന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ ആ നാട്ടുകാരൊന്ന് കയറി കൈകാര്യം ചെയ്യാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും കിടന്ന് പ്രശ്നം ഉണ്ടാക്കാൻ അവിടുത്തെ കമ്മിറ്റിക്കാർ എന്തെങ്കിലും ഇപ്പോൾ ഒരു പ്രോഗ്രാം വൈകിയെങ്കിൽ എന്തെങ്കിലും ആൾക്കാരെ കയറി തല്ലാനൊക്കെ, അതായത് കമ്മിറ്റി ആൾക്കാരെ കയറി തല്ലാനൊക്കെ ഉള്ള രീതിയൊക്കെ വരും. ഇപ്പോൾ പാവപ്പെട്ടവൻ്റെ നെഞ്ചത്ത് ഇതുപോലുള്ള ആൾക്കാരെ അവിടെ നിന്ന് നിർത്തിക്കരുത്, ഓടിച്ചു വിടണം. അവിടെ കമ്മിറ്റിക്കാരൊന്നും ഇല്ലേ, അടിച്ചു ഓടിക്കണം. ഇത്ര ആൾക്കാർ വേണ്ട. തട്ടിപ്പാണ്, പീഡന കേസ് പ്രതിയാണ് അയാൾ. പിന്നെ എന്തിനാണ് അവിടെ കൊണ്ട് ഈ വിൽക്കാൻ അനുവദിച്ചേക്കണേ? ഇറങ്ങി ഓടിച്ചു വിടണം.